My love for my nation is worthiness. My love for my people is endless. And I desire for my country is happiness. Good morning, one and all. Now it's time to witness such a great year. Yes, the 75th year of our Indian independence. Every year on this day, we remember our freedom fighters who struggled to achieve freedom from the British rule. Thus, August 15, 1947 became a red letter day in the Indian history. Now, let's move on to the core event of the day, the moment which we all are waiting for. It's my pleasure to invite our respected manager, Sister Gina Sebastian, to hoist the national flag. Attention! Flag salute! Order! जन गण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड़ उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा तब शुभ नामे जागे तब शुभ आशीष मांगे गाहे तब जय गाथा जन गण मंगल दायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे On this special day, we got an eminent personality as our chief guest, Honorable MLA Sri Thottathil Ravindran. He was the councillor of Kozhikode Corporation for the past 25 years. Twice he became the first citizen of Kozhikode Corporation. He was also the chairman of Guruvayur Devastam Board. Currently, he is the member of Kerala Legislative Assembly for Kozhikode North. On behalf of our school, I wholeheartedly welcome him for delivering the Independence Day message.
രാഷ്ട്രം ഇന്ന് നമ്മുടെ 75ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. വൈദേശികാധിപത്യത്തിൽ നിന്ന് നമ്മുടെ രാഷ്ട്രം സ്വതന്ത്രമായിട്ട് 75 വർഷം പൂർത്തിയായി എന്നതിൻ്റെ ഒരാഘോഷമാണ് ഇന്ന്. നമ്മുടെ 2 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ആസാദി കാ അമൃത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമാണ്. ഇന്നത്തെ തലമുറയ്ക്ക് അറിയാതെ പോയിട്ടുള്ള നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികൾ ജീവൻ ബലി കൊടുത്തിട്ട് നിരവധി കഷ്ടതകൾ അനുഭവിച്ചിട്ടാണ് നമ്മുടെ രാഷ്ട്രം നമുക്ക് ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിന് നമുക്ക് ഇടയായിട്ടുള്ളതെന്ന് ഈ അവസരത്തിലെങ്കിലും നമ്മൾ ഓർക്കേണ്ടതാണ്. സ്വാഭാവികമായിട്ടും കുറെ കാലം കഴിയുമ്പോൾ പഴയ ആളുകൾ ചെയ്ത പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകുന്നുള്ള വാസ്തവം. നമ്മളിന്ന് രാഷ്ട്രം ഒരുപാട് മാറിയിട്ട് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാഷ്ട്രമാണ് ഇന്ത്യ. ഏകദേശം 135 കോടിയോളം ആളുകളുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട്. ഒരു കാലത്തും നമ്മൾ അനുഭവിക്കാത്ത നിലയിലുള്ള കോവിഡ് മഹാമാരി നമ്മളെ വലിയ തോതിൽ ലോകത്തെ ആകെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മെ പോലെയുള്ള ഇത്രയും ജനസംഖ്യയുള്ള ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാസ്തവമാണ്. പക്ഷെ എന്തൊക്കെയായാലും ശരി, നമ്മുടെ യോജിപ്പ് കൊണ്ടും നമ്മുടെ ഒത്തൊരുമ കൊണ്ടുമാണ് നമുക്ക് ഈ ഒരു സ്വാതന്ത്ര്യം ലഭിക്കാനിടയായതും ഈ രാഷ്ട്രത്തെ മുന്നോട്ട് നമുക്ക് നയിക്കാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്നൊന്നും പറയാതിരിക്കാൻ വയ്യ. കാരണം വോട്ടവകാശം ജനങ്ങളിൽ നിക്ഷിപ്തമായതുകൊണ്ട് 5 കൊല്ലം കൂടുമ്പോഴെങ്കിലും അവർക്കത് ഉപയോഗിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നു എന്നത് തീർച്ചയായിട്ടും വലിയ ഒരു അംഗീകാരം തന്നെയാണ് നമുക്ക് അതിലൂടെ ലഭിക്കുന്നത്. ഏറ്റവും വലിയ ലോകത്തിൽ തന്നെ ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു ജനാധിപത്യം ഇന്നും നടത്തി വരുന്ന ഒരു രാഷ്ട്രം ഇന്ത്യ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ളതിൽ ഇനി 2 വർഷം കൂടെ കഴിഞ്ഞാൽ നമുക്ക് 1950 നമുക്ക് ഈ റിപ്പബ്ലിക്കായിട്ട് മാറിയിട്ടുള്ളത്. പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള രാഷ്ട്രമായിട്ട് പരമാധികാര രാഷ്ട്രമായിട്ട് നമ്മളെ പ്രഖ്യാപിച്ചിട്ടുള്ള 1950 അതിനുശേഷം ഇപ്പം ഈ 2 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലും 75 വർഷം ആവാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെ എല്ലാം കൊണ്ടും ഈ വരുന്ന തലമുറകൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം നമുക്ക് ഇന്ന് അനുഭവിക്കുന്ന ഈ സുഖവും സൗകര്യങ്ങളും സ്വാതന്ത്ര്യവും ഒക്കെ നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് നമുക്ക് നിരവധി പേരുടെ പ്രയത്നം കൊണ്ടാണ്, അവരുടെ അധ്വാനം കൊണ്ടാണ്. അവർ ജീവൻ ബലി കൊടുത്തിട്ടുള്ള നിരവധി പേര് നമ്മുടെ ഇന്ത്യയിലുണ്ട് എന്ന് നമ്മൾ മറക്കാൻ വേണ്ടി പാടില്ല. മറ്റ് പല രാഷ്ട്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് നമ്മളിതിൽ അവലംബിച്ചിട്ടുള്ളത്. നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജി അനുവർത്തിച്ച് വന്നിട്ടുള്ള സ്വാതന്ത്ര്യ സമരം നമുക്കൊക്കെ അറിയാം. രക്തരഹിത വിപ്ലവമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. മറ്റ് പല രാഷ്ട്രങ്ങളിലും ഇന്ന് അതല്ല അവസ്ഥ. നമുക്ക് ശേഷം തന്നെ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടുള്ള പല രാജ്യങ്ങളും ഇന്നും പട്ടാള ഭരണത്തിനും പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. പക്ഷേ നമുക്ക് ഇന്ത്യയിൽ ഇന്നും ആ സ്വാതന്ത്ര്യ പരമാധികാരവും നമുക്ക് നിലനിർത്താനും ആ ജനാധിപത്യത്തിൽ പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഏറ്റവും വലിയൊരു നേട്ടമാണ്. ഇന്നത്തെ ഈ പ്രതിസന്ധി കാലഘട്ടത്തെ നമുക്ക് അതിജീവിക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമം അനുഭവിക്കുന്ന ഒരു സമയമാണിത്. സ്കൂളുകളിൽ പോകാൻ കഴിയാത്ത അവസ്ഥ. സ്വാഭാവികമായിട്ടും വീട്ടിലിരുന്ന് പല കുട്ടികളും മടുത്തിട്ടുണ്ടാവും. സ്വാഭാവികം മാത്രം. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നിട്ടുള്ളത്. അതിനെ നമുക്ക് അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം. ഏറ്റവും നല്ല റിസൾട്ടാണ് ഈ വർഷം. നമുക്കറിയാം SLC ആയാലും +2 ആയാലും ശരി ഏറ്റവും നല്ല വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വർഷമാണ്. അപ്പം അതൊക്കെ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള അങ്ങോട്ട് തുറന്നുള്ള അവസരത്തിൽ നമുക്ക് കൂടുതൽ നല്ല നിലയിൽ പഠിച്ച് ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിച്ചേരാൻ നമ്മുടെ രാഷ്ട്രത്തിന് ഒരുപാട് പ്രതിഭകളെ നമുക്ക് സമ്മാനിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും കാത്തു സൂക്ഷിക്കാൻ നമുക്കൊക്കെ കഴിയണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രസന്റേഷനിലെ സ്കൂളിലെ പ്രശസ്തമായിട്ടുള്ള നമ്മുടെ കോഴിക്കോട്ടെ ഒരു വിദ്യാലയമാണ്. അതിൽ പഠിക്കാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങളുടെ ഒരു ഭാഗ്യമായിട്ട് വേണം കരുതാൻ വേണ്ടി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് നമുക്കെല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ
you, sir. Patriotic song encourages us to do something for our own country. It brings a sense of fulfillment and responsibility towards our nation. In short, it gives us a feeling to cherish our motherland and to feel proud of it. So, let's lend our ears to a patriotic song. Wow, it was a fabulous performance. Now, let me welcome our beloved headmistress, Reverend Sister Lena, to speak a few words. Dear students, teachers and parents, today we celebrate the 75th year of our independence. On this joyous occasion, I extend my greetings and good wishes to all of you. Freedom is a gift. It's a gift of sacrifice, sleepless nights and struggles did by our forefathers. We are indebted to our leaders who have made this possible for us. Yes, indeed, because of them, we enjoy this freedom. As we live in free India, today we must pledge to protect our freedom.
and to uphold the unity and integrity of our nation, so that our nation may go forward in the path of continuous progress. On this day, the words of Mahatma Gandhi echo in our hearts. He rightly said, "One must be the change one wishes to see in the world." He became the change and he could change the world. So today let us also try to be the change that we wish to see in the world and contribute our best to our country. Before I conclude, let me express my gratitude to Honorable MLA Sri Thotathil Ravindran sir, who joined with us on this Independence Day celebration. Thank you, dear sir, on behalf of all the presentationites. And I also congratulate and thank all the students, teachers and parents who made this virtual Independence Day possible. May God bless you all. Once again, wishing you all Happy Independence Day. Thank you. Thank you, sister. Let's watch a dance which glorifies Bharatamba. नमो भारताम्बे नमो यतिलोकपदन्यास पवित्रीकृत पांसवे नमोस्तु जगतां धात्री मोक्षमार्गैक सेतवे नमो भारताम्बे नमो नमो That's great. Now it's time for us to watch a short skit. Salt Satyagraha. Salt Satyagraha was led by Mahatma Gandhiji in March to April 1930. It was directed against the British governments on taxes of salt, which was greatly affected by the poor Indians. It was the most important Satyagraha in campaigns of Gandhiji. The march began at his ashram at Sabarmati and ended in the town of Dandi. So, this march was also known as Dandi March. Gandhiji set out on foot on March 12, accompanied by several dozen of followers. After each day's march, the group stopped in different villages along the route. On April 6th morning, Gandhi and his followers picked up a handful of salt along the seashore. In doing this, they technically produced salt and broke the law. Scene 1.
The British levied taxes on salt, which Indians prepared on their own seashores. Those who did not pay taxes could be even imprisoned. This was the law. March lasted from 12 March 1930 to 5 April 1930 as a direct action combined of tax resistance and non-violent protest against the British salt monopoly. Hey man, give me the tax! The Sabarmati ashram woke up earlier that day. Thousands of people, including Jawaharlal Nehru, gathered there. Scene 2. Salt taking. Gandhi and his followers took a palm of salt from the sea. Gandhiji said a pledge. Let no one commit a wrong in anger. This is my hope and prayer. I wish these words of mine reach every nook and corner of the land. My task shall be done if I perish, and so do my comrades. And I will return only if I win, or else I will offer my body to the seas. This handful of salt is the symbol of strength. This first may be crushed, but the sword will not be given up. Scene 3. The strike started. They said many slogans on the strike. In a gentle way, you can shake the world. Nothing is so aggravating as calmness. Non-violence is a weapon of the strong. In a gentle way, you can shake the world. In a gentle way, you can shake the world. Nothing is so aggravating as calmness. Nothing is aggravating as calmness. Non-violence is the weapon of the strong. Non-violence is the weapon of strong. Scene 4. The British ruler, Viceroy Lord Irwin, and the soldiers entered into the stage. They warned Gandhi to withdraw the strike. Stop the strike. No, we won't. Do not force me to take my stick. If not, I will be forced to take out my gun. Many of them fainted and fell down due to hunger and tiredness. Scene 5. Their fight started. Gandhi and followers became more powerful. The British hurt and killed many of the people, but still their palms remained closed. Don't kill me. Please don't kill me. Don't kill me. Don't kill me. Scene 6. The British realized that they could not win this fight. With lots of efforts and struggle, Gandhi and team won the strike. I think we can't win this war. Yes, we can. Come on, let's enjoy. We want the strike. Yes, we won. Jata Pare
something we have to deserve. It is something we naturally have. Something that nobody can take away from us. Let's celebrate freedom. Wish you a very special Independence Day. Jai Hind.